Hello friends, ഇന്ന് നമ്മൾ തേർഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, സോ തേർഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് പോർഷൻ സെൻട്രോയിഡ് ഓഫ് ഏരിയാസ് ആണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ടോപ്പിക്കാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് സെൻട്രോയിഡ് ഓഫ് ഏരിയ. സോ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് സെൻട്രോയിഡ്. ഈ രണ്ട് ടേംസും നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സോ ഇത് രണ്ടും എന്താണ് അതിൻ്റെ ഡിഫറൻസ്. ഓക്കെ, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് വെച്ചാൽ the point at which entire weight of a body can be assumed to be concentrated. ഓക്കെ, അതായത് ഏതെങ്കിലും ഒരു ബോഡിയോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് എടുക്കാൻ നേരത്ത് ആ ഒബ്ജക്റ്റിൻ്റെ കംപ്ലീറ്റ് വെയ്റ്റും കോൺസെൻട്രേറ്റഡ് ആയിട്ട് അതായത് ആക്ട് ചെയ്യുന്ന പോയിൻ്റാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഫസ്റ്റ് മൊഡ്യൂൾസിലൊക്കെ പഠിച്ചു ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചപ്പോൾ എങ്ങനെയായിരുന്നു വെയ്റ്റ് മാർക്ക് ചെയ്തത്. ഇപ്പോൾ റോളേഴ്സ് ആണെങ്കിൽ റോളേഴ്സിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ നിന്നായിരുന്നു വെയ്റ്റ് മാർക്ക് ചെയ്തത്. ഓക്കെ, ആ പോയിൻറ്റിനെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ഓക്കെ, സോ ഈ വെയ്റ്റ് ആക്ട് ചെയ്യുന്ന പോയിൻ്റാണ്, വെയ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്തെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്ന ആ പോയിൻറ്റിനെയാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എർത്തിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എങ്ങോട്ടാണ്? ഇറ്റ് ഈസ് ടുവേർഡ്സ് ദി സെൻറ്റർ ഓഫ് എർത്ത് അല്ലേ. അപ്പോൾ എർത്തിൻ്റെ വെയ്റ്റ്, ടോട്ടൽ വെയ്റ്റ് ആക്ട് ചെയ്യുന്നത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആ ഒരു സെൻറ്റർ പോയിൻറ്റിലാണ്. ഓക്കെ, സോ ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എർത്ത് ഇസ് ഇറ്റ്സ് സെൻറ്റർ. അതുപോലെ തന്നെ ഓരോ ഒബ്ജക്റ്റിനും നമ്മൾ ഏത് ഒബ്ജക്റ്റ് എടുത്താലും അതിൻ്റെ വെയ്റ്റ് ആക്ട് ചെയ്യുന്ന പോയിൻറ്റിനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, എഗെയിൻ ഒരു ഏരിയയാണ് അല്ലെങ്കിൽ ഒരു സർഫസ്, ഒരു പ്ലെയിൻ സർഫസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അപ്പോൾ അതിനെ നമ്മൾ ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിക്ക് തന്നെ നമ്മൾ ഒരു ഇൻ്റർചേഞ്ച് ചെയ്യുന്ന ഒരു ടേമാണ് സെൻട്രോയിഡ്. ഓക്കെ, സോ ഫോർ എ പ്ലെയിൻ ഏരിയ, ഓക്കെ, the centroid is used instead of center of gravity. Center of gravityക്ക് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, സെൻട്രോയിഡ് എന്നൊരു ടേമാണ്. സോ സെൻട്രോയിഡ് ഓഫ് എൻ ഏരിയ അതെന്ന് വെച്ചാലും എന്താണ്, ജോമെട്രിക് സെൻറ്റർ. ഓക്കെ, സോ സെൻട്രോയിഡ് എന്ന് വെച്ചാൽ ജോമെട്രിക് സെൻറ്റർ, ആ ഒരു പ്ലെയിൻ സർഫസ് അല്ലെങ്കിൽ ആ ഒരു പ്ലെയിൻ ഏരിയയുടെ ജോമെട്രിയെ ബേസ് ചെയ്തിരിക്കും അതിൻ്റെ സെൻട്രോയിഡിൻ്റെ പൊസിഷൻ. So the centroid of an area is the geometric center of an area where the entire area can be assumed to be concentrated. അപ്പോൾ entire area എവിടെയാണ് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളത് അതാണ് സെൻട്രോയിഡ്. ഓക്കെ, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് വെച്ചാൽ വെയ്റ്റ് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള പോയിൻറ്റ്. സെൻട്രോയിഡ് ഓഫ് ഏരിയ എന്ന് വെച്ചാൽ അതിൻ്റെ ഏരിയ അല്ലെങ്കിൽ ജോമെട്രിക് സെൻറ്റർ, ഏരിയയുടെ ജോമെട്രിക് സെൻറ്റർ ആണ്. ഓക്കെ, സോ രണ്ട് പോയിൻറ്റ്സും രണ്ടും ക്ലിയർ അല്ലേ. ആൻഡ് ദിസ് പോയിൻറ്റ് നമ്മൾ CG ആകട്ടെ അല്ലെങ്കിൽ സെൻട്രോയിഡ് ഓഫ് ഏരിയ ആയിട്ട് രണ്ടും ജി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ജി. അഗെയിൻ ലൊക്കേറ്റിംഗ് ദ സെൻട്രോയിഡ്. ഓക്കെ, എങ്ങനെയാണ് ഈ സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ഒരു പ്ലെയിൻ സർഫസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെൻട്രോയിഡ് നമുക്ക് എങ്ങനെ ലൊക്കേറ്റ് ചെയ്യാമെന്നാണ് നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. The position of G can be located by specifying coordinates with respect to XY reference line. അതിന് നമുക്ക് വേണ്ടത് എക്സും വൈയും റെഫറൻസ് ലൈൻസ് ആണ്. ഓക്കെ, അതായത് എക്സ് ആക്സിസും വൈ ആക്സിസും. സോ ഒരു ഒറിജിനിൽ നിന്ന് വൈ ആക്സിസ് ആൻഡ് എക്സ് ആക്സിസ്. സോ ഇതാണ് നമ്മളുടെ പ്ലെയിൻ ഏരിയ. സോ ഈ ഒരു പ്ലെയിൻ ഏരിയയുടെ സെൻട്രോയിഡ് ആണ് നമുക്ക് ലൊക്കേറ്റ് ചെയ്യേണ്ടത്. സോ അത് എങ്ങനെ ലൊക്കേറ്റ് ചെയ്യുമെന്ന് നോക്കാം. The distance of centroid from y axis is denoted by x bar and that from x axis is denoted by y bar. ഓക്കെ, സോ ഇതിൻ്റെ സെൻട്രോയിഡിൽ ഓട്ടുള്ള ഡിസ്റ്റൻസിന് നമ്മൾ വൈ ബാറിൽ നിന്നാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസിനെ എക്സ് ബാർ എന്നും, ഓക്കെ, എക്സിലോട്ടാണെങ്കിൽ സോ എക്സിൽ നിന്നാണെങ്കിൽ നമ്മൾ ആ ഡിസ്റ്റൻസിന് വൈ ബാർ എന്നുമാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ അതായത് വൈ ആക്സിസിൽ നിന്നുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെ എക്സ് ബാർ എന്നും അതുപോലെ എക്സ് ആക്സിസിൽ നിന്നുള്ള ഈ ഒരു ഡിസ്റ്റൻസിന് വൈ ബാർ എന്നും. ക്ലിയർ അല്ലേ? സോ ഒറിജിനിൽ നിന്ന് എക്സ് ബാർ ആൻഡ് വൈ ബാർ മാർക്ക് ചെയ്താൽ അത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് അതായിരിക്കും നമ്മളുടെ സെൻട്രോയിഡ്. ഓക്കെ, സോ സെൻട്രോയിഡ് പോയിൻ്റ് എന്താണ്, എക്സ് ബാർ വൈ ബാർ. ദ റെഫറൻസ് ആക്സിസ് പാസിംഗ് ത്രൂ ദ സെൻട്രോയിഡ് ആർ കോൾഡ് സെൻട്രോയിഡൽ ആക്സിസ്. അപ്പോൾ ഈ ഒരു ആക്സിസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറയുന്നത്. The distance of centroid from centroidal axis is 0. ഓക്കെ, സോ ഈ സെൻട്രോയിഡൽ ആക്സിസിൽ നിന്ന് അതായത് എക്സ് ബാറിൽ നിന്നും വൈ ബാറിൽ നിന്നും ജിയുടെ ഡിസ്റ്റൻസ് എന്താണ്, 0 ആണ്. ഓക്കെ, സോ എക്സ് ബാർ എന്ന് വെച്ചാൽ എന്താണ്, വൈ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസിനെയാണ് എക്സ് ബാർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വൈ ബാർ എന്ന് വെച്ചാൽ എക്സ് ആക്സിസിൽ നിന്ന് സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ്. സോ ഇസ് ദിസ് മച്ച് ക്ലിയർ?
നെക്സ്റ്റ് ഇസ് ആക്സിസ് ഓഫ് സിമിട്രി. ഓക്കെ, ആക്സിസ് ഓഫ് സിമിട്രി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഏതൊരു ഒബ്ജക്റ്റ് എടുത്താലും ആ ഒബ്ജക്റ്റിനെ ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ആ ആക്സിസിനെയാണ് ആക്സിസ് ഓഫ് സിമിട്രി എന്ന് പറയുന്നത്. ഓക്കെ, സോ വെൻ പ്ലെയിൻ ഏരിയ ഹാസ് എൻ ആക്സിസ് ഓഫ് സിമിട്രി ദ സെൻട്രോയിഡ് വിൽ ബി ഓൺ ദാറ്റ് ആക്സിസ്. അപ്പോൾ സെൻട്രോയിഡ് ഏതിലായിരിക്കും? ആ ആക്സിസിലായിരിക്കും. ഓക്കെ, ആക്സിസ് ആ സിമിട്രിക്കൽ ആക്സിസിലായിരിക്കും അതിൻ്റെ സെൻട്രോയിഡ്. സോ എക്സാമ്പിളാണ് ഇവിടെ ഒരു ട്രയാങ്കുലർ പ്ലെയിൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. സോ ഈ ട്രയാങ്കുലർ പ്ലെയിൻ എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇവിടെ നിന്നൊരു ആക്സിസ് വരച്ചു കഴിഞ്ഞാൽ ഇതിനെ രണ്ട് ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. സോ അങ്ങനെ രണ്ട് ഈക്വൽ ഹാഫ്സ്, അപ്പോൾ ഇങ്ങനെ രണ്ട് ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇതിനെ പറയുന്നതാണ്, ഈ ആക്സിസിനെ പറയുന്നതാണ് ആക്സിസ് ഓഫ് സിമിട്രി. സോ ഇങ്ങനെ ഒരു ആക്സിസ് ഓഫ് സിമിട്രി, അപ്പോൾ രണ്ട് ഭാഗങ്ങളായിട്ട് ഇതിന് ഡിവൈഡ് ചെയ്തപ്പോൾ നമ്മളുടെ സെൻട്രോയിഡ് എവിടെയായിരിക്കും? സോ സെൻട്രോയിഡ് വിൽ ലൈ ഓൺ ദിസ് ആക്സിസ്. ഓക്കെ, സെൻട്രോയിഡ് ആ ആക്സിസിലായിരിക്കും ലൈ ചെയ്യുന്നത്. ഇനി ടു ആക്സിസ് ഓഫ് സിമിട്രീസ്, അപ്പോൾ രണ്ട് ആക്സിസ് ഓഫ് സിമിട്രീസ് ഉണ്ട്. സോ ഈ ഒരു ഫിഗർ കാണുവാണെങ്കിൽ നമുക്കറിയാം വൈ ആക്സിസിനാണ് ഇത് സിമിട്രി. ആക്സിസ് ഓഫ് സിമിട്രി എന്ന് വെച്ചാൽ വൈ ആക്സിസ് ആണ് അല്ലേ. അതായത് വൈ ആക്സിസ് ആണ് ഈ ഒരു ഒബ്ജക്റ്റിനെ ടു ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ ആക്സിസ് ഓഫ് സിമിട്രി എന്ന് വെച്ചാൽ വൈ ആക്സിസ് ആയിരിക്കും. ഇനി ചില പ്ലെയിൻ ഫിഗേഴ്സിൽ നമുക്ക് ടു ആക്സിസ് ഓഫ് സിമിട്രി ഉണ്ടാവും. ഓക്കെ, സോ അതിനൊരു എക്സാമ്പിളാണ് ഒരു റെക്റ്റാങ്കിൾ. സോ റെക്റ്റാങ്കിളിനെ നമുക്ക് അതായത് ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും ഡിവൈഡ് ചെയ്യാം ടു ഈക്വൽ ഹാഫ്സ് ആയിട്ട്. ഓക്കെ, സോ ഇങ്ങനെ ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി ഡിവൈഡ് ചെയ്യാം. അതായത് ദിസ് പെർട്ടിക്കുലർ പ്ലെയിൻ, ഓക്കെ, ഈ ഒരു പ്ലെയിൻ ഏരിയ എന്ന് വെച്ചാൽ ദിസ് ഇസ് സിമിട്രിക് ടു എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. എക്സ് ആക്സിസ് സിമിട്രി ഉണ്ട്, അതുപോലെ തന്നെ വൈ ആക്സിസ് സിമിട്രി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ രണ്ട് ആക്സിസ് സിമിട്രി ഉള്ളപ്പോൾ സെൻട്രോയിഡ് എവിടെയായിരിക്കും? നമ്മൾ ഫസ്റ്റ് കേസിൽ പറഞ്ഞു ഇത് സെൻട്രോയിഡിലായിരിക്കും ലൈ ചെയ്യുന്നതെന്ന്. അതായത് സെൻട്രോയിഡിൽ എവിടെ വേണമെങ്കിലും ആകാം ഇത് ലൈ ചെയ്യുന്നത്. പക്ഷേ ഈ സെക്കൻഡ് കേസിൽ രണ്ട് ആക്സിസ് ഓഫ് സിമിട്രീസ് ഉണ്ട്. സോ രണ്ട് ആക്സിസ് ഓഫ് സിമിട്രി ഉണ്ടെങ്കിൽ എന്താണ്? ഇവിടെ ഈ രണ്ട് ആക്സിസ് ഓഫ് സിമിട്രിയും മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കും ഇതിൻ്റെ സെൻട്രോയിഡ്. ഓക്കെ, സോ രണ്ട് ആക്സിസ് ഓഫ് സിമിട്രി ഉണ്ടെങ്കിൽ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതായത് രണ്ട് ആക്സിസും മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കും അതിൻ്റെ സെൻട്രോയിഡ്. സോ അതാണ് ഒരു റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ഒരു സർക്കിൾ, ഇതിൻ്റെയൊക്കെ സെൻട്രോയിഡ് എവിടെയായിരിക്കും? എപ്പോഴും അതിൻ്റെ സെൻറ്ററിൽ തന്നെയായിരിക്കും സെൻട്രോയിഡ്. ഓക്കെ, സോ ഇവിടെ ആയിരിക്കും ജി എന്ന് വെച്ചാൽ ഈ ഒരു പോയിന്റിലായിരിക്കും. നെക്സ്റ്റ് ഇസ് സെൻട്രോയിഡ് ഓഫ് കോമൺ ജോമെട്രീസ്. ഓക്കെ, സോ കോമൺ ജോമെട്രീസ് ഇവിടെ കുറേ പ്ലെയിൻ ജോമെട്രി ഏരിയാസ് പറയുന്നുണ്ട്. അതായത് റെക്റ്റാങ്കിൾ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ട്രയാങ്കുലർ ലാമിന, ഐസോസിലസ് ട്രയാങ്കിൾ, സർക്കിൾ. സോ ഇങ്ങനെ കുറേ ഷേപ്സ്, ജോമെട്രിക്കൽ ഷേപ്സ് പറയുന്നുണ്ട്. സോ ഈ ഓരോ ജോമെട്രിക്കൽ പ്ലെയിൻ്റെയും സെൻട്രോയിഡ് എവിടെയാണെന്നാണ് നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ അതിനുള്ള ഓരോ എക്സ്പ്രഷൻസ്, അതായത് നമുക്ക് സെൻട്രോയിഡ് എന്ന് വെച്ചാൽ എന്താ? എക്സ് ബാറും വൈ ബാറും. സോ എക്സ് ബാറും വൈ ബാറും ആ ഒരു പോയിൻ്റാണ് സെൻട്രോയിഡ്. സോ അതിന് ഫസ്റ്റ് നമ്മൾ എക്സ് ബാറും വൈ ബാറും കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടുള്ള എക്സ്പ്രഷനാണ് ആദ്യം പഠിക്കുന്നത്. ഓക്കെ, പിന്നെ ഉള്ളത് ബാക്കിയുള്ള, അതായത് കോമൺ ജോമെട്രി, കോമൺ ജോമെട്രിക്സിലുള്ള സെൻട്രോയിഡ്, അത് എങ്ങനെയാണ് സെൻട്രോയിഡിൻ്റെ ഫോർമുലാസ്, എക്സ്പ്രഷൻസ് എന്താണെന്നാണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. സോ ഈ 6 എണ്ണം, ഓക്കെ, ഇവിടെ നിങ്ങൾക്കൊരു, അതായത് വൈ ആൻഡ് എക്സ് ബാർ ആൻഡ് വൈ ബാർ, റെക്റ്റാങ്കിൾ, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, ക്വാർട്ടർ സർക്കിൾ, സെമി സർക്കുലർ ഏരിയ ആൻഡ് സെക്ടർ ഓഫ് എ സർക്കിൾ. സോ ഇതിൻ്റെ ഇത്രയും ഡെറിവേഷൻസ് ഉണ്ട്. ഈ ഡെറിവേഷൻസ് ഇതുവരെ നിങ്ങളുടെ എക്സാമിന് അങ്ങനെ ഡെറിവേഷൻസ് ആയിട്ട് ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് ഇനി ചോദിക്കില്ല എന്ന് പറയാനും പറ്റത്തില്ല. സോ എന്തായാലും നമ്മൾ ആ ഡെറിവേഷൻസ് കൂടെ പഠിക്കാം. ഓക്കെ, സോ ഡെറിവേഷൻസിനേക്കാളും പക്ഷേ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഫൈനൽ എക്സ്പ്രഷൻസ് ആണ്. സോ ഫൈനൽ എക്സ്പ്രഷൻസ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാം. ഇതിൽ ഫസ്റ്റ് നമ്മൾ എക്സ്പ്രഷൻ ഫോർ എക്സ് ബാർ ആൻഡ് വൈ ബാർ, അതിനാദ്യം എക്സ് വൈ പ്ലെയിൻ കൺസിഡർ ചെയ്യുക. നമ്മളുടെ ഏതെങ്കിലും ഒരു പ്ലെയിൻ ഫിഗർ. ഓക്കെ, സോ ലെറ്റ് ദിസ് ബി എനി പ്ലെയിൻ. സോ ഇങ്ങനെ ഒരു പ്ലെയിൻ ഏരിയ നമുക്കുണ്ട്. ഇതിൻ്റെ ജി നമുക്കറിയാം അല്ലേ, എക്സ് ബാറും വൈ ബാറിലും ആയിരിക്കും ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ സെൻട്രോയിഡ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ സെൻട്രോയിഡ് എക്സ് ബാറും വൈ ബാറും ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ കിട്ടും? എക്സ് ബാറും വൈ ബാറിൻ്റെ ഇക്വേഷൻസ് ആണ് ഇത് രണ്ടും. ഓക്കെ, സോ ഈ ഇക്വേഷൻസ് കിട്ടാനായിട്ട് ഡെറിവേഷൻസ് ഉണ്ട്. ആ ഡെറിവേഷൻ നമുക്ക് പഠിക്കാം. അതിന് മുമ്പായിട്ട് നമ്മൾ എല്ലാ ഇക്വേഷൻസും ബൈ ഹാർട്ട് ചെയ്ത് വെക്കാം. കാരണം എല്ലാ ജോമെട്രീസിനും ഉണ്ട്. സോ ബൈ ഹാർട്ട് ഓൾ ദി ഇക്വേഷൻസ്. ഓക്കെ,
സോ ഇതിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ട് ഏരിയാസ് കൺസിഡർ ചെയ്തു, അതായത് രണ്ട് എലമെൻ്റൽ ഏരിയാസ്. ഓക്കെ, ഈ ഒരു പ്ലെയിൻ ഫിഗർ എന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് കുറേ ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. അതായത് ഈ ഒരു കംപ്ലീറ്റ് ഏരിയ നമുക്ക് കുറേ ആയിട്ട് ഡിവൈഡ് ചെയ്യാം, എലമെൻ്റൽ ഏരിയാസ് ആയിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് ഏരിയാസ് എടുത്തേക്കുവാണ്. ഓക്കെ, ഈ രണ്ട് ഏതെങ്കിലും രണ്ട് എലമെൻ്റൽ ഏരിയാസ് കൺസിഡർ ചെയ്തു. ഇനി ഈ ഫസ്റ്റ് വൺ, അപ്പോൾ ഇതിൻ്റെ ഓരോന്നിനും ഉള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തു, എക്സിൽ നിന്നും വൈ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസസ് മാർക്ക് ചെയ്യുക എന്നിട്ട്. ഓക്കെ, ഇതുപോലെ മാർക്ക് ചെയ്യുക. സോ ഫസ്റ്റ് വൺ x1, അതായത് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് x1, അതുപോലെ ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് y1, ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് x2, ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് y2. ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിയുവാണെങ്കിൽ ഓക്കെ, സോ ഇതിൻ്റെ ഏരിയ A1, ഇതിൻ്റെ ഏരിയ A2. അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ ഏരിയ ക്യാപിറ്റൽ A. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് എക്സ്പ്രഷൻ, എക്സ് ബാറിൻ്റെ എക്സ്പ്രഷൻ? സോ എക്സ് ബാർ ഇസ് ഈക്വൽ ടു A1 x1 പ്ലസ് A2 x2 പ്ലസ് ഓക്കെ, എത്ര എലമെൻ്റൽ ഏരിയാസ് ഉണ്ട് അത്രയും, ഡിവൈഡഡ് ബൈ A1 പ്ലസ് A2. ഓക്കെ, അതായത് മൊമെൻറ്റ് ഓഫ് ഏരിയയുടെ മൊമെൻറ്റ് എടുക്കുക A1 x1, അതായത് A1 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് ഓക്കെ പ്ലസ് A2 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ. അപ്പോൾ നമുക്ക് എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ, ഈ ഒരു എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ A1 ഇൻറ്റു x1 A2 ഇൻറ്റു x2 ഡിവൈഡഡ് ബൈ ഹോൾ ഏരിയ, ടോട്ടൽ ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ A1 പ്ലസ് A2 പ്ലസ് A3. ഓക്കെ, അതുപോലെ വൈ ബാർ ആണ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ, ഈ ഒരു ഡിസ്റ്റൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, A1 ഇൻറ്റു y1 പ്ലസ് A2 ഇൻറ്റു y2 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ. ടോട്ടൽ ഏരിയ എന്ന A1 പ്ലസ് A2 പ്ലസ് A3. സോ ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ ഫസ്റ്റ് എക്സ്പ്രഷൻ ഫോർ എക്സ് ബാർ ആൻഡ് വൈ ബാർ. സോ എക്സ് ബാറും വൈ ബാറും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഈ ആക്സസിൽ നിന്ന് മാർക്ക് ചെയ്യുക, എക്സ് ബാർ എത്രയാണ് വൈ ബാർ എത്രയാണ്, സോ അത് ലൊക്കേറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ നമുക്ക് സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്യാം. ക്ലിയർ അല്ലേ? സോ മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ്, സെൻട്രോയിഡ് ഓഫ് എ റെക്റ്റാങ്കിൾ. ഓക്കെ, സോ നമുക്കിവിടെ ഒരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്. സോ ദിസ് ഈസ് ദ റെക്റ്റാങ്കിൾ. ഈ റെക്റ്റാങ്കിളിൻ്റെ സെൻട്രോയിഡാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഈ റെക്റ്റാങ്കിളിൻ്റെ സെൻട്രോയിഡ് എങ്ങനെ കിട്ടും? ഓക്കെ, ഒരു ആക്സിസിൽ മാർക്ക് ചെയ്യുക, അതായത് വൈ ആക്സിസ് ആൻഡ് എക്സ് ആക്സിസ് മാർക്ക് ചെയ്യുക. സോ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് വൈ ആണ് നമ്മൾ സെൻട്രോയിഡ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ലൊക്കേറ്റ് ചെയ്യേണ്ടത്. സോ വൈ എന്നുള്ള ഡിസ്റ്റൻസ് എക്സ് ബാറും അതുപോലെ എക്സിൽ നിന്നുള്ള ഡിസ്റ്റൻസ് വൈ ബാർ. ഓക്കെ, ഇനി ഈ റെക്റ്റാങ്കിളിൻ്റെ വിഡ്ത്ത് ബിയും അതുപോലെ തന്നെ ഹൈറ്റ് എച്ച് ആണെങ്കിൽ ഓക്കെ, എക്സ് ബാർ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ, ഇത് സിമിട്രിക്കലാണ്, അതായത് ദിസ് ഇസ് സിമിട്രിക്കൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് വൈ ആക്സിസ്. ഓക്കെ, സോ എക്സ് ബാർ എന്ത് കിട്ടും, ഈ ബിയുടെ ഹാഫ് ആയിരിക്കും എക്സ് ബാർ, റൈറ്റ്? സോ എക്സ് ബാർ ഇസ് ഈക്വൽ ടു ബി ബൈ 2 ആൻഡ് വൈ ബാർ ഇസ് ഈക്വൽ ടു, അതായത് ഈ ഹൈറ്റിൻ്റെ ഹാഫ് ആയിരിക്കും, അതായത് ഈ റെക്റ്റാങ്കിളിൻ്റെ സെൻറ്റർ പോയിൻറ്റ്. ഓക്കെ, ഈ റെക്റ്റാങ്കിളിൻ്റെ സെൻറ്റർ പോയിൻ്റ് ആയിരിക്കും ഇതിൻ്റെ സെൻട്രോയിഡ്. ക്ലിയർ അല്ലേ? സോ എക്സ് ബാർ എന്ന് വെച്ചാൽ എന്താണ്, ബി ബൈ 2 ആൻഡ് വൈ ബാർ ഇസ് ഈക്വൽ ടു എച്ച് ബൈ 2. Again, next is centroid of a right angled triangle. Okay, ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഇത് സിമിട്രിക്കൽ അല്ല. ഓക്കെ, സോ സിമിട്രിക്കൽ അല്ലാത്തത് കൊണ്ട് നമ്മൾ ഇതിൻ്റെ എക്സ്പ്രഷൻ, ഇതിനെല്ലാം ഡെറിവേഷൻസ് ഉണ്ട്. സോ ആ ഡെറിവേഷൻസ് ഞാൻ ലാസ്റ്റ് നമുക്കൊരു ക്ലാസ് വെച്ചിട്ട് ഡെറിവേഷൻസ് മാത്രം പഠിക്കാം. സോ ഇതിൽ നിങ്ങളുടെ ഫൈനൽ എക്സ്പ്രഷൻസ് ആണ് അറിഞ്ഞിരിക്കേണ്ടത്. നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് ഈ ഫൈനൽ എക്സ്പ്രഷൻ ആണ് വേണ്ടത്. സോ ഇങ്ങനൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ തന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇതിൻ്റെ ഹൈറ്റ് എച്ചും ഇതിൻ്റെ ബേസ് ബിയും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എക്സ് ബാർ എന്ന് വെച്ചാൽ ഇവിടെ നിന്നുള്ള വൈ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, ബി ബൈ 3. ഓക്കെ, ബി ബൈ 3 ആൻഡ് വൈ ബാർ എന്ന് വെച്ചാൽ ഈ എച്ച് ബൈ 3. ഓക്കെ, സോ ഈ ഒരു പോയിൻ്റാണ് അതിൻ്റെ സെൻട്രോയിഡ്. സെൻട്രോയിഡ് ഓഫ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്താണ്, ഈ എക്സ് ബാറും വൈ ബാറും മീറ്റ് ചെയ്യുന്ന ഈ പോയിൻ്റ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ബി ബൈ 3 ആൻഡ് എച്ച് ബൈ 3. നെക്സ്റ്റ് ഇസ് സെൻട്രോയിഡ് ഓഫ്, ഇനിയും സെൻട്രോയിഡ് ഓഫ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ തന്നെയാണ്, പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിൻ്റെ പൊസിഷൻ മാറിയിട്ടുണ്ട്. ഓക്കെ, നേരത്തെ എങ്ങനെയായിരുന്നു, ഈ ആക്സിസ് മാറുന്നതനുസരിച്ച്, അതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, അതായത് ആക്സിസ് മാറുന്നതനുസരിച്ച് സെൻട്രോയിഡ് മാറും. നമ്മൾ എപ്പോഴും സെൻട്രോയിഡ് പറയുന്നത് എക്സ് ആക്സിസിനെയും വൈ ആക്സിസിനെയും ഈ രണ്ട് ആക്സിസിൽ നിന്നും ഉള്ള ഡിസ്റ്റൻസ് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു സെയിം റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്താൽ ഓക്കെ, അതായത് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരയ്ക്കുവാണെങ്കിൽ സോ ഈ ട്രയാങ്കിളിൻ്റെ എക്സ് ബാറിൽ നിന്നും വൈ ബാറിൽ നിന്നും ഓക്കെ, സോ വൈ ബാറിൽ നിന്നും അതുപോലെ തന്നെ എക്സ് ബാറിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്താണ്. സോ ഈ കേസ് വരുമ്പോൾ ഇവിടെ നമുക്ക് ബി ബൈ 3 എച്ച് ബൈ 3 അല്ല. ഓക്കെ, നേരത്തെ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന് ബി ബൈ 3 എച്ച് ബൈ 3 ആയിരുന്നു, പക്ഷേ ഈ കേസിൽ നമ്മൾ ബി ബൈ 3 എച്ച് ബൈ 3 അല്ല, കാരണം ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് എപ്പോഴും ഇവിടെ ആയിരിക്കും.
ഓക്കെ, അതായത് ബേസിൽ നിന്ന് h/3യും അതുപോലെ ഈ സൈഡിൽ നിന്ന് b/3യും ഡിസ്റ്റൻസ് മാറിയായിരിക്കും എപ്പോഴും സെൻട്രോയിഡ്. പക്ഷേ നമ്മൾ ഈ സെൻട്രോയിഡ് പറയേണ്ടത് എവിടെ നിന്നാണ്? ഈ എക്സിൽ നിന്നും വൈയിൽ നിന്നും എത്രയെന്നാണ് പറയേണ്ടത് അല്ലേ? ആക്സിസിൽ നിന്ന് എത്രയാണ്. സോ ആക്സിസിൽ നിന്ന് എത്രയായിരിക്കും ഇവിടെ? ഇവിടെയാണ് വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ ജോമെട്രിക് സെൻറ്റർ എന്ന് വെച്ചാൽ ഇതാണ്. സോ ഈ ജോമെട്രിക് സെൻറ്ററിൽ എങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്? എക്സ് ബാർ എന്ന് വെച്ചാൽ ജോമെട്രിക് സെൻറ്റർ, ഇവിടെ നിന്നുള്ള ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, അതുപോലെ വൈ ബാർ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, സോ ഇതെങ്ങനെ കിട്ടും നമുക്ക്? ടോട്ടൽ നമുക്കറിയാം ബി ആണ് അല്ലേ, ഇവിടെ ടോട്ടൽ എച്ച് ആണ്. സോ ഈ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താണ്? ബി മൈനസ്, അപ്പോൾ ഇത്ര മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് കിട്ടും. സോ ബി മൈനസ് b/3, അതുപോലെ ഇവിടെ എത്രയാണ്? എച്ച് മൈനസ് h/3, ഈ ഒരു പോർഷൻ മൈനസ് ചെയ്യുക. ഓക്കെ, സോ എക്സ് ബാർ ആൻഡ് വൈ ബാർ കാൽക്കുലേറ്റ് ചെയ്യാം. നെക്സ്റ്റ് സെൻട്രോയിഡ് ഓഫ് ഐസോസിലസ് ട്രയാങ്കിൾ. അപ്പോൾ ഈ രണ്ട് സൈഡും ഈക്വലാണ്, അങ്ങനെയുള്ള ട്രയാങ്കിളിന് എങ്ങനെയായിരിക്കും സെൻട്രോയിഡ്? ഓക്കെ, സോ എങ്ങനെയായിരിക്കും സെൻട്രോയിഡ് മാർക്ക് ചെയ്യുന്നത്? സെൻട്രോയിഡ് നമ്മൾ യൂഷ്വലി എങ്ങനെയാണ് എല്ലാത്തിൽ നിന്നും ഒരു പെർപെൻഡിക്കുലാർസ് വരച്ച് മാർക്ക് ചെയ്യുക അല്ലേ? അപ്പോൾ സെൻട്രോയിഡ് ഇവിടെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. സോ ഈ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എച്ചിൽ നിന്ന്, ഓക്കെ, അതായത് വൈ ആക്സിസിൽ നിന്ന് എത്രയാണ്? b/2. അതായത് കറക്റ്റ് ഇതിന് നമ്മൾ രണ്ട് ഹാഫാക്കി കഴിഞ്ഞാൽ അല്ലേ, ഇവിടെ b/2, ഇവിടെ b/2. സോ എക്സ് ബാർ എത്രയാണ്? b/2. ഇനി വൈ ബാർ എന്ന് വെച്ചാൽ ബേസിൽ നിന്നുള്ള ഹൈറ്റ്, ബേസിൽ നിന്നുള്ള ഹൈറ്റ് എത്രയാണ്? h/3. ഓക്കെ, സോ എക്സ് ബാർ b/2 ആൻഡ് എച്ച് ബാർ h/3, സോറി വൈ ബാർ h/3. ക്ലിയർ അല്ലേ? അഗെയിൻ സെൻട്രോയിഡ് ഓഫ് എ സർക്കിൾ. ഓക്കെ, സർക്കിളിൻ്റെ സെൻട്രോയിഡ് നമുക്കറിയാം ഇതിൻ്റെ സെൻറ്ററിൽ തന്നെയാണ്. അതായത് ഇപ്പോൾ ഇതിൻ്റെ ഡയമീറ്റർ, ടോട്ടൽ ഡയമീറ്റർ d ആണെങ്കിൽ ഓക്കെ, ഇതെത്രയാണ്? റേഡിയസ്. ഓക്കെ, d/2 ആയിരിക്കും എക്സ് ബാർ, അതുപോലെ വൈ ബാറും d/2 ആയിരിക്കും. സോ ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഇറ്റ് ഈസ് നോട്ട് d/3, ഇറ്റ് ഈസ് d/2. ഓക്കെ, ഇത് d/2 എന്നാക്കണം കേട്ടോ. സോ d/2. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഇസ് സെൻട്രോയിഡ് ഓഫ് എ ക്വാർട്ടർ സർക്കിൾ. ഓക്കെ, ഒരു സർക്കിളിൻ്റെ ഒരു ക്വാർട്ടർ ഭാഗം മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ വാട്ട് വിൽ ബി ഇറ്റ്സ് സെൻറ്റർ? സോ സെൻട്രോയിഡ് എന്ന് വെച്ചാൽ എക്സ് ഇവിടെ നിന്ന്, അതായത് ഈ എൻഡിൽ നിന്ന് വൈ ആക്സിസിൽ നിന്ന് എത്രയാണ് ഡിസ്റ്റൻസ്? 4r/3π. ഓക്കെ, നമുക്ക് ഈ ഫൈനൽ എക്സ്പ്രഷൻസ് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ്. ഓക്കെ, ആ ഡെറിവേഷൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സോ അങ്ങനെ ഡിറൈവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ലാസ്റ്റ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, സോ നൗ ഫോർ ദി സേക്ക് നിങ്ങളിത് ബൈ ഹാർട്ട് ചെയ്യുക. സോ 4r/3π ആൻഡ് 4r/3π. ഓക്കെ, ഇവിടെ നിന്നും സെയിം ഡിസ്റ്റൻസ് ആണ്, ആൻഡ് ദാറ്റ് ഇസ് 4r/3π ആൻഡ് 4r/3π. r എന്ന് വെച്ചാൽ ഈ റേഡിയസ്. ക്ലിയർ അല്ലേ? അഗെയിൻ അപ്പോൾ ഇങ്ങനെയായിരുന്നു ഫസ്റ്റ്. ഓക്കെ, ഇനി നമ്മളിങ്ങനെ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ സെൻട്രോയിഡ് ക്വാർട്ടർ സർക്കിളിനെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എത്രയായിരിക്കും ഡിസ്റ്റൻസ്? ഓക്കെ, സോ ഒരു ക്വാർട്ടർ സർക്കിളിൻ്റെ ജോമെട്രിക് സെൻറ്റർ എവിടെയാണ്? ഇവിടെയാണ്. ഓക്കെ, അതായത് ഈ ഒരു പോയിന്റിലായിരിക്കും ജോമെട്രിക് സെൻറ്റർ. ഓക്കെ, അതായത് ഇവിടെ നിന്ന് 4r/3πയും ഇവിടെ നിന്ന് 4r/3πയും. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ടോട്ടൽ നമ്മൾ ആറിൽ നിന്ന് മൈനസ് ചെയ്യുക, r മൈനസ് 4r/3π ആൻഡ് r മൈനസ് 4r/3π. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഇസ് സെൻട്രോയിഡ് ഓഫ് എ സെക്ടർ ഓഫ് സർക്കിൾ. ഓക്കെ, സർക്കിളിൻ്റെ ഒരു സെക്ടറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, ആൻഡ് സെക്ടറിൻ്റെ ആംഗിൾ. ഓക്കെ, സോ ദ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദി സെക്ടർ ഇസ് ആൽഫ. സോ അങ്ങനെ ആൽഫ ആംഗിളിൽ ഒരു ഇതിൻ്റെ റേഡിയസ് 6 ആണ്. ഓക്കെ, സോ ഇതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇതിന് എക്സ് ആക്സിസിന്, ഓക്കെ, ഏത് ആക്സിസിനാണ്? എക്സ് ആക്സിസിന് സിമിട്രിയാണ്. അതായത് നമുക്ക് എക്സ് ആക്സിസ് വെച്ച് ഈ ഒരു സെക്ടറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും? വൈ ബാർ 0 ആയിരിക്കും. സോ നമുക്ക് ഏത് ആക്സിസ് ആണോ സിമിട്രിക് ആയിട്ടുള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ്, ഓക്കെ, അതായത് വൈ ബാർ 0 ആയിരിക്കും. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ആക്സിസ് ഓഫ് സിമിട്രിയിലായിരിക്കും സെൻട്രോയിഡ് ലൈ ചെയ്യുന്നതെന്ന്. ഓക്കെ, സോ ഇവിടെ ആക്സിസ് ഓഫ് സിമിട്രി എക്സ് ആണ്. സോ സെൻട്രോയിഡ് എക്സ് ആക്സിസിലായിരിക്കും ലൈ ചെയ്യുന്നത്, വൈ എന്നൊരു പോയിന്റ് ഉണ്ടാകത്തില്ല. ഓക്കെ, സോ വൈ ബാർ എന്തായിരിക്കും? 0 ആയിരിക്കും. ആൻഡ് ഈ എക്സ്, അതായത് ഈ ഒറിജിനിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടായിരിക്കും? അതാണ് എക്സ് ബാർ. സോ ഒറിജിനിൽ നിന്ന് 4r sin α/2/3α. സോ ഇത്രയും മാറിയിട്ടാണ് നമ്മളുടെ സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്യുന്നത്. സോ ക്ലിയർ അല്ലേ ഇത്രയും ഭാഗം?
നെക്സ്റ്റ് ഈസ് സെൻട്രോയിഡ് ഓഫ് എ സെമി സർക്കിൾ. ഒരു സെമി സർക്കിളിൻ്റെ സെൻട്രോയിഡാണ് നെക്സ്റ്റ് ലൊക്കേറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു സെമി സർക്കിൾ എന്ന് വെച്ചാൽ വൈ ആക്സിസിന് സിമെട്രിക്കലാണ് അല്ലേ. അതായത് ഈ വൈ ആക്സിസിൽ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും സെൻട്രോയിഡ് മാർക്ക് ചെയ്യേണ്ടത്. അതായത് എക്സ് ബാർ എന്ന് വെച്ചാൽ എന്തായിരിക്കും, അപ്പോൾ 0 ആയിരിക്കും. ഓക്കെ. സോ വൈ ബാറിൽ നിന്നാണെങ്കിൽ നമ്മൾ ക്വാർട്ടർ സർക്കിളിൻ്റെ പഠിച്ചായിരുന്നു അല്ലേ. വൈ ബാർ എത്രയാണ്, 4r/3π. ആ സെയിം തന്നെയായിരിക്കും ഇതിൻ്റെയും സെമി സർക്കിളിൻ്റെയും സെൻട്രോയിഡ്. ക്ലിയർ അല്ലേ. ഇനി ഈ സെമി സർക്കിൾ നേരെ വേറൊരു പൊസിഷനിൽ വെച്ചിരിക്കുകയാണ്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കറിയാം ഇവിടെയാണ് അല്ലേ, ഈ ഒരു പോയിന്റിലായിരിക്കും ജോമെട്രിക് സെൻറ്റർ. സോ അങ്ങനെ വരാൻ നേരത്ത് വൈ ആക്സിസ്, ഓക്കെ, എക്സ് ആക്സിസിൽ നിന്ന്, അതായത് വൈ ബാർ എത്രയായിരിക്കും, സോ വൈ ബാർ ഇസ് ഈക്വൽ ടു ആർ, അതായത് ടോട്ടൽ ഡയമീറ്റർ ഡി ആണ്. സോ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് റേഡിയസ്. ഓക്കെ. സോ വൈ ബാർ എന്ന് വെച്ചാൽ 6 ആയിരിക്കും. ആൻഡ് എക്സ് ബാർ എന്ന് വെച്ചാൽ എത്രയായിരിക്കും, ഓക്കെ, ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാം, ബേസിൽ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 4r/3π. ഓക്കെ. അതായത് ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇവിടം വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസാണ് 4r/3π അല്ലേ. അങ്ങനെയാണെങ്കിൽ റിമൈനിങ് ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും, r - 4r/3π. ക്ലിയർ അല്ലേ. നെക്സ്റ്റ് ഇനി സെമി സർക്കിൾ വേറൊരു പൊസിഷനിൽ, അനദർ പൊസിഷനിൽ വെക്കുകയാണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഓക്കെ, ഇതിൻ്റെ ജോമെട്രിക് സെൻറ്റർ എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്, 4r/3π. ഓക്കെ. സോ ഇത് എങ്ങനെ ലൊക്കേറ്റ് ചെയ്യാം നമുക്ക്, എക്സ് എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇവിടം വരെ, അതായത് റേഡിയസ് 6 തന്നെയായിരിക്കും എക്സ് ബാർ. വൈ ബാർ എന്ന് വെച്ചാൽ r മൈനസ്, ഓക്കെ, ആറിൽ നിന്ന് ഈ ഒരു ഡിസ്റ്റൻസ് മൈനസ് ചെയ്യുക. സോ r - 4r/3. ഓക്കെ. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ എല്ലാ എക്സ്പ്രഷൻസും, ഓക്കെ, ഈ ഫോർമുലാസ് എല്ലാം പഠിക്കുക. ഇതെല്ലാം നോട്ട് ചെയ്ത് ഒരു ടേബിളിലാക്കിയിട്ട് ഇതെല്ലാം വരച്ച് നോട്ട് ബുക്കിലേക്ക് വരച്ച് വെക്കുക. ഓക്കെ. സോ ഇത് നിങ്ങൾക്ക് ആവശ്യം വരും ലാസ്റ്റിൽ. ഓക്കെ. സോ നെക്സ്റ്റ് ലെക്ചറിൽ നമ്മൾ ഇതിൻ്റെ പ്രോബ്ലംസ് ആയിരിക്കും ചെയ്യുന്നത്.